നല്ലതല്ല ഇതൊന്നുമില്ല, നീ നൽകുന്നെല്ലാം നന്മയല്ലോ. നല്ലതല്ല അതൊന്നുമില്ല, നീ നൽകുന്നെല്ലാം നന്മയല്ലോ. നിത്യത തന്നിൽ എത്തുവോളം നീ നാട് എന്നെ നിൻഹിതം പോ. നിത്യത തന്നിലെത്തുവോളം നീ നാട് തന്നെ നിൻഹിതം പോ. എൻ പ്രാണനാഥൻ എന്നു വരും, അന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഈ പാട്ട് പാടാത്ത ആളുകൾ കുറവാണ്. എല്ലാവരും മിക്കവാറും പാടുന്ന ഒരു മനോഹരമായ ഗാനം, പഴയ ഗാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല സമയങ്ങളിൽ പലയിടങ്ങളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ആമേൻ. പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിയിടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ഇല്ലേ? ചില സന്ദർഭങ്ങൾ അങ്ങനെയാ. എല്ലാവരും നമ്മളെ ഒഴിവാക്കുന്ന ഒരു സമയം ഉണ്ടാവും, അല്ലേ? ആമേൻ. നമുക്ക് 10 കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഫേമസ് ആയി കഴിയുമ്പോഴാണ്. എന്നാൽ ഫേമസ് ആകാത്ത സമയത്ത് നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം കേട്ടോ. ആമേൻ. ദൈവം നമുക്ക് നൽകുന്ന നല്ല സ്നേഹബന്ധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ മിക്കവാറും സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്, വളരെ ഭാരത്തോടെ സാക്ഷ്യം പറയുന്നവരുണ്ട്, വേദനയോടെ സാക്ഷ്യം പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധിയില്ലാത്ത മനുഷ്യനാരിലുണ്ടോ? എല്ലാവർക്കും ഓരോരുടേതായ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴും ആ ദുഃഖമൊക്കെ അനുഭവിക്കുമ്പോഴും അവര് ദൈവത്തെ പിൻപറ്റുന്നുണ്ട്, കർത്താവിനെ പിൻപറ്റുന്നുണ്ട്. ഫോളോ ദ ജീസസ്. അവര് കർത്താവിനെ പിൻഗമിക്കുന്നുണ്ട് ദൈവത്തിന്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഒരു സഭയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആ പരിചയപ്പെടുത്തുന്ന സഭയെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാനത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്, കാരണം അങ്ങനെ പറ്റൂ. അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കല്ലേ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരണം. 34-ാമത്തെ വാക്യത്തിലാണ് ആ വേദഭാഗം എഴുതിയിരിക്കുന്നത്. ഞാനത് പേടിച്ച് വായിക്കുകയാണ് കേട്ടോ. പേടിച്ചാ വായിക്കുന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. അത്ര മതി. ബാക്കിയൊക്കെ നമുക്ക് വിടാം. ഈ ബാക്കി അത് എന്തുകൊണ്ടാണ് മുട്ടുള്ളവനില്ലാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യക്കാര് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. എന്നാൽ ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളിൽ എല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടി പോലും യൂണിഫോം ഇടാതെ വന്നിട്ടില്ല. എല്ലാവരും യൂണിഫോം ഇട്ട് വന്നു പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, ആദിമസഭയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ആദിമസഭ മുട്ടുള്ളവർക്ക് അവരുടെ മുട്ട് തീർക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും, അതൊന്നും നിറവേറ്റാൻ ഒരുപാട് പേര് കൈ അയച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയോ, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട കാശ് വെച്ചു. അവരുടെ കാലിന്റെ ചുവട്ടിലാണ് കാശിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ തലയുടെ മണ്ടയിലല്ല കാശ്, അവരുടെ കാലിന്റെ ചുവട്ടിലാണ് കാശ്. അതാണ് വ്യത്യാസം. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലിന്റെ ചുവട്ടിൽ കാശിരിക്കൊണ്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് അവർക്ക് പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ആരാ മുട്ടുള്ളവൻ? ജോർജ് കുട്ടിക്ക് എന്താ ആവശ്യം? ഈ ആഴ്ചത്തെ വാടക കെട്ടിയില്ല, അവരുടെ വാടക കെട്ടാനുള്ള കാശം കൊടുത്തേ. എൻ്റെ ചിന്ത വാടക കെട്ടാനല്ല, 1 വർഷത്തേക്കുള്ള വാടകയ്ക്കുള്ള സാധനം കൊടുത്തിട്ടുണ്ടാവും. അതാ എൻ്റെ ചിന്ത. കാരണം അതുപോലെ സമ്പത്തുകൾ ആളുകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കലെത്തിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. ആമേൻ.
അന്നത്തെ ആളുകൾ അങ്ങനെയായിരുന്നു. ദൈവത്തിന് അറിഞ്ഞപ്പോൾ അവർക്ക് മറ്റുള്ളവരെ തങ്ങളോട് കൂടെ ആരാധിക്കുന്നവരെയും കൂടെ ഉൾക്കൊള്ളാൻ അവരുടെ ഹൃദയത്തിന്റെ ആ നിലവാരം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. അവരുടെ ഹൃദയത്തിന്റെ നിലവാരം, കാഹളം ധ്വനിക്കുമ്പം ആ തെക്കേലെ മറിയാമ്മച്ചേടത്തിയും ഞങ്ങളും ഇവിടെ നിന്ന് ഒരുമിച്ചാണ് കാഹളത്തിന് പറക്കുന്നതേ. അപ്പം അവർ ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരാണെന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടായിരുന്ന കുറെ വിശ്വാസികൾ അന്ന്, കേട്ടോ. ഇനി അവരെ കുറിച്ച് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. അവരുടെ മറ്റൊരു സ്വഭാവം ഞാൻ പറയാം. ഈ അപ്പോസ്തോലന്മാരുടെ കാലിന്റെ കീഴെയാണ് പണം അപ്പോസ്തലന്മാർ വെച്ചിരിക്കുന്നെന്ന് നല്ല ബോധ്യമുള്ള ആളുകളായിരുന്നു അവർ. ഈ പണം ഭയങ്കര സാധനം കേട്ടോ. പണം ഭയങ്കര അപകടം. നല്ലതാണ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കാൻ പണം വേണം, ഇല്ലാതെ നടക്കുകയില്ല. പക്ഷെ ഇതുപോലെ നമ്മളെ നരകത്തിലേക്ക് വിടാൻ പറ്റിയൊരു സാധനം വേറെ ഇല്ല, കേട്ടോ. നിസാരം നിങ്ങളൊരു കള്ളം പറഞ്ഞാൽ മതി, പൈസയുടെ കാര്യത്തിൽ ഒരു കള്ളം പറഞ്ഞാൽ മതി, സ്വർഗത്തിൽ പോക്കൊന്നും നടക്കുകയില്ല. നിങ്ങൾ ആരും ആയിക്കോട്ടെ മക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിസാരം ചെറിയൊരു എമൗണ്ടിന്റെ കാര്യത്തിൽ, ഒരു 100 രൂപ ആയിക്കോട്ടെ, അതിന്റെ കാര്യത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല, ഉറപ്പിച്ച് ഞാൻ പറയാം. സ്തോത്രം. അത്രയ്ക്കും ക്ലാരിറ്റിയോടെ ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഈ ധനത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ധനത്തിനൊരു വഞ്ചനയുണ്ട്, അത് നിങ്ങളെ പിടിച്ചോണ്ട് പോകും, കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ ക്രമീകരണം വരുത്താനുണ്ടെങ്കിൽ വേഗം ക്രമീകരണം വരുത്തിക്കുക. കാഹളം ധരിക്കാൻ അധികം കാലമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എനിത്തിങ് എൽസ് എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ ആരും ആയിക്കോട്ടെ, സ്വർഗത്തിൽ പോണോ ഇല്ലെങ്കിൽ ആ പുസ്തകം ആർക്കെങ്കിലും കൊടുത്തിട്ട് വേഗം വണ്ടി വിട്ടു, അതായിരിക്കും നല്ലത്. ശ്രദ്ധിച്ചേ, ഈ സഭയില് ആർക്കും മുട്ടില്ല എന്ന് പറഞ്ഞാല് അവിടുത്തെ വിശ്വാസികളോട് ചോദിച്ചേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇല്ല, അത്യാവശ്യങ്ങളൊന്നും ഇല്ല. എല്ലാം കഴിഞ്ഞ ആഴ്ച കൂടെ പത്രോസ് ഉപദേശിച്ച് വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തു, ഞാൻ ചിന്തിക്കുന്നതാണ്, ഞാൻ ആ സഭയെക്കുറിച്ച് ചിന്തിക്കും ഇങ്ങനെയാണ്, ആരാധന കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യും, ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുണ്ടോ, ആർക്കെങ്കിലും എവിടെയെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അത്യാവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സഭയിലൊന്നും കേൾക്കാത്തൊരു സംഭവമായത്, കേട്ടോ. ചിലപ്പം ആ വീട്ടില് അവരുടെ ആ പൈപ്പ് ഒന്ന് മാറ്റാൻ, ആ കക്കൂസിലെ ആ സെപ്റ്റിക് ടാങ്കിന്റെ ഒന്ന് കോരിക്കളയാൻ വയ്യാത്തവരുണ്ട്, ഇല്ലേ? ഞാൻ ഇപ്രാവശ്യം ആന്ധ്ര ചെന്നപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ മുറി, അതിനകത്ത് അടുക്കള. ആ വീട്ടിനകത്ത് ഞങ്ങളൊരു പ്രാർത്ഥന നടത്തി. ഒറ്റ മുറി, ഞാൻ അതിശയോക്തി പറയല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. ഒറ്റ മുറി, പെട്ടി പോലെ. ഞാൻ വിചാരിച്ചു, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ആ വീടിൻ്റെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് കക്കൂസാണ് വിചാരിച്ചത്. അകത്ത് ചെന്നപ്പോഴാണ് അതൊരു വീടായിരുന്നു. ഒരു മുറി, പക്ഷെ നല്ല ഒരു ഉറുമ്പിന്റെ ഒരു ചെറിയ കരട് പോലും അവിടെ ഇല്ല. അതുപോലെ അടിച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കിയിട്ടേക്കുക. പാത്രമൊക്കെ തേച്ച് മെഴുകി മുറ്റത്ത് ഉണക്കാൻ വെച്ചേക്കുക. സ്തോത്രം. ആ വീട്ടിനകത്ത് അവിടെ ഞാൻ ചെന്ന് അവരോടൊപ്പം അവിടെ അല്പം നേരം ചെലവഴിച്ചു. അവിടെ ഒരു പ്രാർത്ഥന നടത്തി. കുറച്ച് ആളുകൾ അവിടെ വന്നു. ഇരിക്കാൻ അവിടെ കസേരയില്ല, ഒരു ചെയർ പോലും ഇല്ല, തറയില്ല ഞങ്ങളല്ലായിരുന്നു. അപ്പം അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയാൻ പറയാം? ചിരിച്ചോണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 കസേര വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. 2 കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസി. സ്തോത്രം. അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവർക്ക് 2 കസേര മതി, അയാൾക്കൊരു പായ മതി. അതാണ് വേറെ. അത്രയും ഇല്ലായ്മയിൽ നടക്കുന്ന ദേവദാസന്മാർ. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീറ്റിംഗ് കഴിയുമ്പോൾ പത്രോസ് ഉപദേശി വിളിച്ചു ചോദിക്കുക, എല്ലാരും പോകാൻ പറ്റേ, ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുള്ളവരുണ്ടോ, ബുദ്ധിമുട്ടുള്ളവരുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കേ.
ഒരു കൈയും പൊങ്ങുന്നില്ല, ഒരു കൈയും പൊങ്ങുന്നില്ല. അവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. അവിടെ നോക്കി, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മുട്ടുള്ളവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇനി അവിടെ എഴുതിയിരിക്കുന്ന 35-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം, മുട്ടുള്ളവർ ആരും അവരിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ കണ്ട് അറിഞ്ഞ് സഹായിക്കുന്ന ആളുകൾ. ചില പിന്നെ സഹായം മേടിക്കാൻ മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഈ സഹായം മേടിക്കുന്നവർക്കും സഹായം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു പ്രോസസ്സിങ് ആണേ. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു 2 പെൻസിലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നേ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുക. ഇപ്പൊ ഈ അധ്യയന വർഷം തീരുന്നു. ഏപ്രിൽ, അടുത്ത മെയ്, ജൂണിൽ സ്കൂൾ തുറക്കാൻ പോവുക. സഹോദരി, ഒരു 2 ബാഗ് മേടിച്ചു കൊടുത്തുകൂടെ പിള്ളേർക്ക്? ഞാൻ ഈ പ്രാവശ്യം ആന്ധ്രയിൽ പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അദ്ദേഹം ഹൈദരാബാദ് ജോലി ചെയ്യാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പിന്നെ എനിക്ക് കുറച്ച് സാരി, പ്രായമുള്ളവർക്ക് കുറച്ച് സാരി മുണ്ടൊക്കെ കൊടുക്കണമെന്നുണ്ട്. ഒരു വലിയ ആഗ്രഹം. പാസ്റ്റർ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്നാ നീ കൊടുത്തു? പക്ഷേ പാസ്റ്റർ പൈസ അയച്ചു തരട്ടെ. ഞാൻ പറയും, പൈസ അയക്കണ്ട മോനെ, നീ തന്നെ മേടിച്ചാൽ മതി. നീ തന്നെ മേടിച്ചു. നീ കേൾക്കണോ? അവൻ ഒരുപാട് സാരികൾ മേടിച്ചു, ഒരുപാട് സാരികൾ അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, അവനോട് ഒരു കാര്യം പറഞ്ഞു, നീയും കൊടുക്കരുത്, ഞാനും കൊടുക്കരുത്, നമ്മൾ രണ്ടും കൊടുക്കാൻ പാടില്ല. നമുക്കതിന് വേറൊരു കാര്യം ചെയ്യാം, അവിടെയുള്ള പാസ്റ്റർ കൊണ്ട് കൊടുപ്പിക്കാം, അദ്ദേഹം കൊടുക്കട്ടെ, ആൾക്കാർ പറയണം പാസ്റ്റർ മേടിച്ചു തന്നാന്ന് പറയണം. ആ രീതിയിൽ നമുക്കിത് ചെയ്യണം. അവൻ സമ്മതിച്ചു, സാരിയെ കൊണ്ടുവന്നു. നമ്മെ സ്വത്രം എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ച് ആദ്യത്തെ പാസ്റ്റർ കൊടുക്കണം പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു സാരി ഞാൻ പ്രാർത്ഥിച്ച് ആൾക്ക് കൊടുത്തു. ബാക്കി മുഴുവൻ അവിടുത്തെ പാസ്റ്റർ കൊണ്ട് കൊടുപ്പിച്ചേ. ഇതെല്ലാം കഴിഞ്ഞ്, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറയാ, പാസ്റ്ററെ, ഞങ്ങളുടെ പാസ്റ്റർ എനിക്ക് മേടിച്ചു തന്ന സാരി എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വിജയിച്ചോ? നിങ്ങൾ പറ. സ്തോത്രം. അപ്പം ഈ അടുത്ത അധ്യയന വർഷത്തിൽ നമുക്ക് അടുത്ത അധ്യയന വർഷത്തിലല്ല, ഒരുപാട് പേര് വസ്ത്രം ഇല്ലാതെ ആലയത്തിൽ പോകാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സെക്കൻഡ് ഹാൻഡൊക്കെ നിർത്തണം കേട്ടോ, ദൈവത്തെ ഓർത്ത്. ഇനി സെക്കൻഡ് ഹാൻഡ് ഒന്നും കൊടുക്കരുത്. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എല്ലാം വാരിയിട്ട് വല്ല ഗുജലിക്കും വല്ല കെട്ടി അയച്ചു. സ്തോത്രം. ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ദൈവം എല്ലാം ഫ്രഷ് ആയിട്ടില്ല തന്നെ? അതോ നിങ്ങൾക്കെല്ലാം തന്ന മുഴുവൻ സെക്കൻഡ് ഹാൻഡ്? ഇപ്പം നിങ്ങൾ ഇട്ടേക്കുന്നത് സെക്കൻഡ് ഹാൻഡാ? അല്ല, ഫ്രഷാണ്. ഒരുപാടൊന്നും ചെയ്യണ്ടെന്നേ. ഒരു മുണ്ട്, ഒരു കൈലി വേണ്ട, ഒരു 2 തോർത്ത്, അത്ര മതി. ഫ്രഷ് ആയിക്കോട്ടെ. 2 പെൻസില് ഫ്രഷ് ആയിക്കോട്ടെ. എല്ലാം ഫ്രഷ് ആയിക്കോട്ടെ കേട്ടോ. ഒരുപാടൊന്നും ചെയ്യണ്ട, ഈ വർഷം ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകളുടെ മുട്ടുകൾ തീരും. ആമേൻ. അവരിപ്പം മുട്ടയിലിരിക്കുക ഇതിനു വേണ്ടി. കർത്താവേ, ആരെയും വഴി. ഞാൻ 2 പ്രാവശ്യം ഞാൻ വസ്ത്രങ്ങൾ കൊണ്ട് മിഷൻ ഫില്ലിൽ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ സെക്കൻഡ് കൊണ്ടാവേ, അതോടുകൂടി ഞാൻ നിർത്തി, സെക്കൻഡ് കൊണ്ടു പോകുന്ന പരിപാടി നിർത്തി. 2ാമത്തെ പ്രാവശ്യം ഞാൻ ഫ്രഷാണ് കൊണ്ടുപോയത്. ഫ്രഷ് ഏകദേശം 200-ലധികം സാരി ഞാൻ കൊണ്ടുപോയി. കിറ്റക്സിൻ്റെ ലുങ്കി തന്നെ ഒരുപാട് ലുങ്കി എനിക്ക് ആൾക്കാർ മേടിച്ചത്. ഒരു പ്രാവശ്യം പേരെടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം, ഞാൻ പേര് പറയുന്നില്ല, സ്ഥലം പറയാം. ഇരവിപ്പേരുള്ളൊരു അങ്കിള്, ആമൻ, വളരെ വിലപിടിപ്പുള്ള കുറേ പാൻറ്റുകൾ, ആമൻ, ഷർട്ടുകൾ മേടിച്ച് തന്നു വിട്ടു. ഞാനതെല്ലാം കൊണ്ട് ഫീൽഡിൽ കൊണ്ടുപോയി ഓരോ ദൈവദാസന്മാർക്ക് കൊടുത്തു. അവരോട് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ നേരിട്ട് കൊടുക്കുകയല്ല, അതാണ് എൻ്റെ ട്രിക്ക്. ഞാൻ നേരിട്ട് കൊടുക്കുകയില്ല, ഞാൻ അവിടെയുള്ള ഒരാളെ പിടിച്ച് അവർ കൊടുക്കുന്ന പോലെ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൊടുത്തായിട്ട് അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ. അതുകൊണ്ട് ദൈവമക്കളെ, മുട്ട് തീർക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളത് ചെയ്യണം. ചെയ്യുമോ? ഈ വർഷം 2024 ഒരുപാട് വാരി കൂട്ടിയിട്ടിട്ടില്ലേ? മതി കേട്ടോ. ഒരു 5 ചുരിദാറിൽ കൂടുതൽ വീട്ടിൽ വെച്ചേക്കരുത്. ഒരു 5 സാരി കൂടുതൽ വീട്ടിൽ വെച്ചേക്കരുത് കേട്ടോ. അതിൽ കൂടുതൽ വെച്ചേക്കരുത്. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ടൊന്നും അയക്കണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ. ആവശ്യക്കാരൻ ഒരുപാട് പേരുണ്ട്, വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുക്കൽ എത്തിക്കണം. ഇനി താലേലും ഉപദേശി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഉപദേശി എന്നെ കൊടുത്തോളാൻ പറയുവാണെങ്കിൽ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല.
എനിക്കിത് ഫീൽഡിൽ എത്തണമെന്നേ ഉള്ളൂ, നിർബന്ധമുള്ളൂ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് മുട്ടുള്ളവന് മുട്ട് തീർക്കണം, മുട്ട് തീർക്കണം, മുട്ട് തീർക്കണം. അതിനുവേണ്ടി ശ്രമം നടത്തണം. ചെയ്യൂലേ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണു വരച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ 2024 ഞങ്ങളെപ്പോലെ ആരാധിക്കുന്ന എത്രയോ ആളുകൾ കർത്താവ്, ഒരു നല്ല ഷർട്ടില്ലാതെ, ഒരു നല്ല മുണ്ട് പോലും ഇല്ലാതെ കൈലി കൊടുത്ത് എത്രയോ പേര് ആലയത്തിൽ വരുത്തി ഞാൻ കണ്ടു കർത്താവെ. ഒരുപാട് അമ്മച്ചിമാര് എന്നോ ഒരു പഴയ പിഞ്ചി കയറിയ സാരിയായിട്ട് ആലയത്തിൽ വന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ കണ്ടു കർത്താവെ. അവർക്കൊക്കെ എന്നാ കർത്താവെ ഒരു നല്ല തുണി അവർക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കർത്താവ്, അവർക്കത് വാങ്ങാനുള്ള പണമോ അതിനുള്ള സംവിധാനങ്ങളോ അതിനുള്ള സാഹചര്യങ്ങളോ അവർക്കില്ല. കർത്താവെ, ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത ഈ സഹോദരിക്ക് വേണ്ടി, ഈ സഹോദരന് വേണ്ടി, ഈ ദൈവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സെക്കൻഡ് ഹാൻഡ് അല്ല, ഫ്രഷായിട്ട് തന്നെ വാങ്ങി അത് അവരുടെ കയ്യിലെത്തിക്കാൻ അവർക്ക് എന്തെങ്കിലും സാഹചര്യം ദൈവം ഒരുക്കി കൊടുക്കണം. അങ്ങനെയുള്ള ആളുകളുടെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മുട്ടില്ലാതെ അവൻ സഭകൾക്കകത്ത് ആ ഒരു വിഷയത്തിൽ മുട്ടില്ലാതെ മാറട്ടെ. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവ്, എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് കർത്താവെ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ. അതിനുവേണ്ടി അവരിനി പ്രാർത്ഥിക്കാൻ ഇടവരുത്തരുത് കർത്താവെ. കർത്താവേ, എനിക്ക് നല്ലൊരു കൈലി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് ഇടവരുത്തരുത്. കൈലി ഞങ്ങളുടെ കയ്യിലുണ്ട് കർത്താവെ, അത് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തന്നാൽ മതി. കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്തോത്രം. ഈ വ്യക്തികളെ, ഈ കുടുംബങ്ങളെ ഞാൻ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2024 അവരുടെ വീട്ടിൽ നിന്ന് ഒരു പുതിയ കൈലി, ഒരു പുതിയ മുണ്ട്, ഒരു പുതിയ പാൻറ്, ഒരു പുതിയ ഷർട്ട്, ഒരു പുതിയ ജുബ്ബ അവരുടെ വീട്ടിൽ നിന്ന് ഫീൽഡിലേക്ക് പോട്ടെ. ദൈവം അത്ഭുതം ചെയ്യണം, സഹായിക്കണം. പ്രാർത്ഥന നടത്താൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, എനിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഫീൽഡിൽ പോകുന്നവരോട് ചോദിച്ചാൽ മതി. ഫീൽഡിൽ പോകുന്നവരോട്. ആമേൻ. ഓരോ ഗ്രാമത്തിലൊക്കെ ചെല്ലുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് പ്രിയരെ, കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. വളരെ വേദനിക്കാറുണ്ട്. ആമേൻ. ചില സമയത്ത് എനിക്കത് പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് അത്രയും സെറ്റപ്പുള്ളവരല്ല, പാവപ്പെട്ടവരാ. പക്ഷെ ദൈവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആരാധന കണ്ടാലുണ്ടല്ലോ, അയ്യോ, ഞാൻ സാധാരണ പറയുന്നില്ല, കർത്താവ് എല്ലാ പരിപാടിയും മാറ്റി വെച്ച് നേരെ അങ്ങോട്ട് വരും. അതുപോലത്തെ ആരാധന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന കണ്ടാൽ മതി ദൈവമക്കളെ. ചെറുപ്പക്കാരൊക്കെ മാറത്തിടിച്ചാ പ്രാർത്ഥിക്കുന്നു, അടിച്ചാ പ്രാർത്ഥിക്കും. സ്വന്തം ചെറുപ്പക്കാർ, അവർക്ക് വലിയ ജോലിയൊന്നുമില്ല, കാട്ടുപണിക്കൊക്കെ പോകുന്ന, കാട്ടുവേലയ്ക്കൊക്കെ പോകുന്ന, കാട്ടിലൊക്കെ വിറക് വെട്ടാനൊക്കെ പോകുന്നവരാ. പക്ഷെ ആത്മനിറവിലുള്ള ആരാധന. ഞാൻ നിങ്ങളോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. കാഹളം നയിക്കുമ്പോൾ വരും കേട്ടോ അങ്ങോട്ട്. സ്തോത്രം. നിങ്ങളുടെ ഒരു കൈലി കൊടുത്തിട്ട് അവരാലയത്തിൽ വരട്ടെ, നിങ്ങളുടെ ഒരു മുണ്ട് കൊടുത്തിട്ട് അവരാലയത്തിൽ വരട്ടെ. സ്തോത്രം. പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.